الله الرحمن الرحيم لله ما في السماوات وما في الأرض وإن تبدوا ما في أنفسكم أو تخفوه يحاسبكم به الله ويغفر لمن يشاء ويعذب من يشاء والله على كل شيء قدير. സൂറത്തുൽ ബഖറയിലെ 284. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നത് ആമൻ റസൂലിന്റെ മഹത്വങ്ങളാണ്. കുറെ കാര്യങ്ങൾ പറഞ്ഞു. ആമൻ റസൂൽ എന്നുള്ള ആ സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ രണ്ട് ആയത്തുകളുടെ മഹത്വങ്ങൾ. അതെന്താണ്? ഒരിക്കൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അതുപോലെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൂടി ഒരുമിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു ഘോരമായ ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചു, എന്താണ് ആ ഘോരമായ ശബ്ദം? അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബിയോട് പറയുകയാണ്, നബിയെ, താങ്കൾക്ക് രണ്ട് സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയാണ്. രണ്ട് പ്രകാശങ്ങളുടെ വിവരണങ്ങൾ അറിയിക്കാൻ വേണ്ടി ഒരു മലക്ക് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. ആ മലക്ക് ഒരിക്കലും തന്നെ ഭൂമിയിലേക്ക് വന്നിട്ടുള്ള നബിയെ താങ്കളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് രണ്ട് പ്രകാശത്തിന്റെ സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വരികയാണ്. അങ്ങനെ ആ മലക്ക് വന്നുകൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചു. ഒന്നാമതായി സൂറത്തുൽ ഫാത്തിഹ. ഫാത്തിഹ അത് പ്രകാശമാണ്. അതിന്റെ മഹത്വങ്ങളൊക്കെ ഒരുപാട് പ്രാവശ്യം ഇവിടെ പറഞ്ഞു. രണ്ടാമത് സൂറത്തുൽ ബഖറ, അൽ ബഖറ സൂറത്തിലെ അവസാനത്തെ ഭാഗവും അത് രണ്ടും പ്രകാശമാണ്. ഈ സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എന്ന് ആ മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു. അത് ഏറ്റവും മഹത്വമുള്ളതാണ്. ഈ സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ രണ്ടായത്ത്, അതിനെ നിങ്ങൾ പഠിക്കുക. നിങ്ങളുടെ മക്കളും പഠിപ്പിച്ചു കൊടുക്കുക. വനിസാക്കും, നിങ്ങളുടെ ഭാര്യമാർക്കും പഠിപ്പിച്ചു കൊടുക്കുക. അത് ദുആവുന്നു. ആമന റസൂലിൽ അതിന്റെ അവസാന ഭാഗം പ്രാർത്ഥനയാകുന്നു. അത് നിങ്ങളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും അത് നിങ്ങൾ പതിവായി ഓതണം. അത് റഹ്മാനായ അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തുന്നതാണ്. എല്ലാവരും പതിവാകണം. വാരാണിക്കുന്നവനെ അല്ലാഹു ഇഷ്ടപ്പെടുന്നതാണ്. അൽ ബഖറ സൂറത്തിലെ അവസാനത്തെ രണ്ടായത്ത്, അതായത് ആമൻ റസൂൽ ഓതുന്നവരെയോട് വലിയ സ്നേഹവുമാണ്. മാത്രമല്ല അധികം അടുക്കുകയും പരിശുദ്ധമായ അവസ്ഥയിൽ സ്വീകരിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള മഹത്തായ ആയത്താണ് അൽ ബഖറ സൂറത്തിലെ അവസാനത്തെ രണ്ടായത്ത്. അതാണ് ആമൻ റസൂൽ. ഇനി അത് ഇറങ്ങാനുള്ള കാരണം എന്താണ് എന്നാണ്. അതാണ് അടുത്ത് പറയുന്നത്. അതായത് ആമൻ റസൂലിന്റെ തൊട്ട് മുമ്പുള്ള ഒരായത്താണ്. അതാണ് 284 ആയത്ത്. ഈ ആയത്ത് ഇറങ്ങിയപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? കേട്ടോളി. ആകാശഭൂമിയിലുള്ള മുഴുവനും അല്ലാഹുവിനാണ്. എല്ലാ ആകാശത്തിലും അതുപോലെ തന്നെ ഭൂമിയിലും ഉള്ളത് എല്ലാം അല്ലാഹുവിനുള്ളതാകുന്നു. പിന്നെ പറയുന്നു, ഇതാണ് വളരെ ഗൗരവമുള്ളത്. നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിങ്ങൾ വെളിവാക്കുന്നതും നിങ്ങൾ മറച്ചു വെക്കുന്നതുമായ കാര്യങ്ങളെല്ലാം അതൊക്കെ അല്ലാഹു തആല ഹിസാബ് നടത്തും. ഒന്ന് ആലോചിച്ച് നോക്കുകയാണ്.
പറഞ്ഞതിനൊക്കെ ഒരു കണക്കുണ്ടാവും. നേരിട്ട് പറഞ്ഞതും അതുപോലെ തന്നെ ചെയ്യുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടാവും. എന്നാലോ മനസ്സിൽ നമ്മൾ എന്തൊക്കെയോ വിചാരിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ വിചാരിച്ചു കൊണ്ടിരിക്കുകയാണ്, ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഹൃദയങ്ങൾ. ഇതിനൊക്കെ അല്ലാഹു തആലയും ഹിസാബ് നടത്തുന്നു. അപ്പൊ എന്തൊക്കെ നമ്മൾ ഒരു ദിവസം ചിന്തിക്കുന്നത്? അതാണ് പറയുന്നത്, നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് നിങ്ങൾ വെളിവാക്കി പറയുന്നത് അതിനെയും മറച്ചു വെക്കുന്നതിനെയും ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷെ എന്താണ് മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. പലരോടും പലതും വിചാരിച്ചു, പലതും എന്താണ് ദേഷ്യവും വിദ്വേഷവും പകയും ഒക്കെ ഉണ്ടാവും, നല്ലതും ചീത്തയും എല്ലാം വിചാരിച്ചിട്ടുണ്ട്. അതൊക്കെ എന്താണ് പറഞ്ഞൊക്കെ അതിനെ പറ്റി കഴിച്ചാപ്പെടുന്നു. എല്ലാം ചോദ്യം ചെയ്യുന്നു. നമ്മുടെ മനസ്സിൽ വിചാരിച്ചത് മുഴുവൻ ചോദ്യം ചെയ്യും. അത് കേട്ടപ്പോഴാണ് സഹാബികൾക്ക് വലിയ പരിഭ്രാന്തിയായി, ബേജാറായി എന്നാണ്. എന്നിട്ട് അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, യാ റസൂൽ, യാ തങ്ങൾ അവതരിച്ചപ്പോൾ എല്ലാവരും അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് എല്ലാവരും അവര് മുട്ടുകുത്തി നിന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇത് ഭയങ്കര സംഭവമാണല്ലോ. ഞങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ മുഴുവനും ഹിസാബ് നടത്തും, വിചാരിച്ച കാര്യങ്ങളൊക്കെ ഹിസാബ് നടത്തും എന്നുള്ളത് ഭയങ്കര സംഭവമാണല്ലോ. മനസ്സിലുള്ളത് ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ സാധ്യമല്ല, ഓരോന്നിങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കും എന്ന് അല്ലാഹുവിന്റെ റസൂലോട് പറയുകയാണ്. ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ട നിസ്കാരവും അസ്സലാത്തു വസ്സിയാമു വൽ ജിഹാദു വസ്സദഖത്തു, നിസ്കാരവും നോമ്പും രണാങ്കണത്തിൽ ഇറങ്ങിക്കൊണ്ടുള്ള യുദ്ധം ചെയ്യലും വസ്സദഖത്തു, സദഖ ചെയ്തതും അതൊക്കെ നിങ്ങൾ നബിയെ അല്ലാഹു കൽപ്പിച്ചതൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചെയ്യാൻ റെഡിയാണ്. പക്ഷെ ഈ കാര്യം ഞങ്ങൾക്ക് ഒരിക്കലും തന്നെ എന്തിയല്ല, സാധ്യമല്ല, നിയന്ത്രിക്കുക എന്നുള്ളത് സാധ്യമല്ല, ഇത് പ്രയാസകരമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ ഇത് കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധ്യമല്ല, ഓട്ടോമാറ്റിക്കായി ഇങ്ങനെ വിചാരിച്ചു കൊണ്ടിരിക്കും. ഇത് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങളുടെ പൂർവീകന്മാരോ കിതാബിന്റെ ആളുകളും ബനീ ഇസ്രായേലും ഒക്കെ ചെയ്തതുപോലെ നിങ്ങളും അങ്ങനെ ചെയ്യുകയാണോ? ക്വസ്റ്റ്യൻ ചെയ്യുകയാണോ? ചോദ്യം ചെയ്യുകയാണോ? അവരെന്തായിരുന്നു പറഞ്ഞിരുന്നത്? അവരുടെ കാലത്തുള്ള പ്രബോധകന്മാരും പ്രവാചകന്മാരും ഒക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ അവര് ഞങ്ങൾ കേട്ടു, ഞങ്ങൾ ധിക്കരിച്ചു എന്നായിരുന്നു പൂർവികന്മാരായ ആളുകൾ പറഞ്ഞിരുന്നത്. അതുപോലെ നിങ്ങളും പറയുകയാണോ എന്ന് അല്ലാഹുവിന്റെ റസൂൽ അവരോട് തിരിച്ചു ചോദിച്ചു. ബൽ ഖൂലു, പിന്നെ നിങ്ങൾ എന്താ പറയേണ്ടത്? സമിഅനാ വഅതഅനാ ഗുഫ്രാനക റബ്ബനാ വഇലൈക്കൽ മസീർ. അതാണ് പറയേണ്ടത്. സമിഅനാ, ഞങ്ങൾ കേട്ടു, വഅതഅനാ, ഞങ്ങൾ അനുസരിക്കുകയും ചെയ്തു, ഗുഫ്രാനക റബ്ബനാ വഇലൈക്കൽ മസീർ. ഗുഫ്രാനക റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, നിന്നോട് ഞങ്ങൾ പൊറുക്കലിനെ തേടുന്നു, വഇലൈക്കൽ മസീർ, നിന്നിലേക്കാണ് ഞങ്ങളുടെ മടക്കം. അതാണ് നിങ്ങൾ പറയേണ്ടത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പരാതിയുമായി വന്ന സഹാബികളോട് പറഞ്ഞു കൊടുത്തു. അപ്പോഴാണ് അതിന്റെ ശേഷമാണ് ആമന റസൂൽ ബിമാ ഉൻസില ഇലൈഹി മിൻ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി ലാ നുഫരിഖു ബൈന അഹദിൻ മിൻ റുസുലിഹി വഖാലൂ സമിഅനാ വഅതഅനാ ഗുഫ്രാനക റബ്ബനാ വഇലൈക്കൽ മസീർ.
അപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയതെന്ന്. അതുകൊണ്ട് അള്ളാഹു റസൂൽ ആദ്യം ഇറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു കൊടുത്താണ് നിങ്ങൾ പറയേണ്ടത് എന്താണ്? സമീഅനാ വഅതഅനാ, അതാണ് നിങ്ങൾ പറയേണ്ടത്. ഗുഫ്രാനക റബ്ബനാ വഇലൈക്കൽ മസീർ. ബനീ ഇസ്രായേലുകാരും അതുപോലെ തന്നെ അഹ്ലു കിതാബുകളും പറഞ്ഞിരുന്നത് സമീഅനാ വഅസൈനാ, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരണക്കേട് കാണിച്ചു എന്നല്ല നിങ്ങൾ പറയേണ്ടതെന്ന്. ഉടനെ തന്നെ നസറുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞുകൊണ്ട് ഇത് അംഗീകരിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. അതാണ് കുത്തുബ്, അതാണ് ഇറങ്ങാനുള്ള കാരണം. ഒന്നുകൂടി കണ്ടോളി. ആകാശഭൂമിയിലുള്ളത് മുഴുവനും അല്ലാഹുവിനാകുന്നു. നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളതിനെ വെളിവാക്കിയതിനെ സംബന്ധിച്ചും ഒളിച്ചു വെച്ചതും മറച്ചു വെച്ചതും അതിനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് വിചാരണ ചെയ്യും. എന്നിട്ടോ അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അവൻ പുറത്തു കൊടുക്കും. അതൊക്കെ അള്ളാന്റെ ഇഷ്ടമാണ്. അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അവൻ മാപ്പ് നൽകും, പുറത്തു കൊടുക്കും. അതുപോലെ തന്നെ അള്ളാഹു ഉദ്ദേശിച്ചവരെന്താണ്? ശിക്ഷിക്കുകയും ചെയ്യും. അത് രണ്ടും അള്ളാന്റെ ഇഷ്ടമാണ്. പിന്നെ പറയുന്നു അല്ലാഹു എല്ലാ വസ്തുവിന്റെ മേലും കഴിവുള്ളവനാണ്. അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. എല്ലാ കഴിവും അല്ലാഹുവിനാണ്. നമ്മുടെ വിരൽ അനക്കുന്നത് അല്ലാഹു തന്ന കഴിവ് കൊണ്ടാണ്. ഞാൻ സംസാരിക്കുന്നത്, നിങ്ങൾ സംസാരിക്കുന്നത് എല്ലാം അല്ലാഹു അപ്പോൾ നൽകുന്ന കഴിവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും കഴിവുള്ളവനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആയത്ത് ഇറങ്ങിയപ്പോഴാണ് റസൂൽ ഇറങ്ങിയത്. ഇൻഷാ അല്ലാഹ് ബാക്കി നാളെ പറയാം. എല്ലാവരും റസൂൽ ഒരു വട്ടം മോദിച്ച് അവസാനിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസുലിഹി لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا وانصرنا على القوم الكافرين آمين برحمتك يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد